ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. റെസിൻ ആർട്ട് റിലേറ്റഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്യാമെന്നുള്ളത്. പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ബിഗിനേഴ്സും ഫോളോ ചെയ്യുന്ന 3 മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് മറ്റൊരു വീഡിയോയിൽ കൂടി പറയാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് അവരുടെ സ്പെഷ്യൽ ഒക്കേഷനിൽ നിങ്ങളുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആരുടെയെങ്കിലുമോ അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുടെ വീട്ടിലെ ഒരു ഹൗസ് വാമിംഗ് ഇൻവിറ്റേഷൻ വരുമ്പോഴോ അതുമല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ വരുമ്പോഴോ വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോഴോ ഒക്കെ എന്നേലുമൊക്കെ ചെറിയ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുക്കുന്ന ഗിഫ്റ്റ് നിങ്ങളുണ്ടാക്കിയ ഒരു റെസിൻ പ്രൊഡക്റ്റ് കൊടുക്കുക. ഉദാഹരണത്തിന് ഒരു റെസിൻ ക്ലോക്കോ അതുമല്ലെങ്കിൽ ഒരു റെസിൻ ഫോട്ടോ ഫ്രെയിമോ, ബഡ്ജറ്റ് കുറച്ചുകൂടെ കുറവാണെങ്കിൽ ഒരു കീ ചെയിനോ ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ കളക്ട് ചെയ്ത് കസ്റ്റമൈസ്ഡ് ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് മറ്റുള്ളവർ കാണുകയും അത് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കുകയും നിങ്ങളെ ഇതുപോലത്തെ പ്രൊഡക്റ്റ് ചെയ്തു കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ച് കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം നമ്മുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും അതുപോലെ അയൽക്കാരെയും ഒക്കെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും അവരൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന്. അത് ചിലപ്പോൾ സത്യമായിരിക്കും. അതെല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നായിരിക്കും മിക്കവാറും നമുക്ക് ഏറ്റവും കൂടുതൽ റിജക്ഷൻസ് കിട്ടുന്നത്. പക്ഷേ നമ്മളൊരു 100 പേരോട് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോൾ അതിലൊരു 20 പേരെങ്കിലും അതെന്നാന്ന് അന്വേഷിക്കുകയും അതിലൊരു 5 പേരെങ്കിലും നിങ്ങൾക്ക് ഓർഡർ തരികയും ചെയ്യും. എത്രയധികം ആൾക്കാരോട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റുന്നോ അത്രയും ആൾക്കാരോട് പറയുകയും അവർക്കോ അല്ലെങ്കിൽ അവരുടെ കോൺടാക്റ്റിലുള്ള വേറെ ആർക്കെങ്കിലുമോ ഇതുപോലത്തെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വർക്കിൻ്റെ ഫോട്ടോസൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ലാസ്റ്റായിട്ട് പറയുന്ന ഒരു ഓപ്ഷനാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവരും പ്രൊഫഷണൽ ആയിട്ടുള്ളവരും കോമൺ ആയിട്ട് ചെയ്യുന്നത്. അത് ഓൺലൈൻ സെല്ലിംഗ് ആണ്. ഓൺലൈൻ സെല്ലിംഗ് തന്നെ 2 വിധത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പേജ് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങളുണ്ടാക്കുന്ന വർക്കുകളെല്ലാം ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും ഒക്കെ ആഡ് ചെയ്യണം. നല്ല ഹൈ ക്വാളിറ്റിയിൽ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള അട്രാക്റ്റീവായിട്ടുള്ള ഫോട്ടോസും റീൽസും ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് അറിയാത്ത ഒരുപാട് പേരിലേക്ക് ഇത് സ്പ്രെഡാകും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഒക്കെ തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകളിൽ കൂടിയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കാം. പക്ഷേ ഇതുപോലെയുള്ള സൈറ്റിൽ കൂടി സെൽ ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു സെല്ലർ അക്കൗണ്ട് നിർബന്ധമാണ്. അതേപോലെ തന്നെ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു GST നമ്പറും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഡയറക്റ്റ് അതിന് നിൽക്കാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ഓൺലൈൻ സെല്ലിംഗ് നടത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരെ അതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാം. ഒരുപാട് റെസിൻ വർക്ക് റിലേറ്റഡ് പേജസ് നിങ്ങൾക്ക് ഓൺലൈൻ കാണാൻ പറ്റും. അതിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്ത് യൂണീക്കായിട്ട് നിങ്ങളുടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, ഒരു ബിഗിനർ ലെവലിൽ ഉണ്ടാകുന്ന എല്ലാ സ്ട്രഗിൾസും നിങ്ങൾക്കും ഉണ്ടാകും. ഇന്ന് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ ഇനിഷ്യൽ ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളവരും അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തവരുമാണ്. അപ്പോൾ ആദ്യത്തെ 1 മാസത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് നിർത്തിപ്പോകാതെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടി ഇനിഷ്യലി ചിലവാക്കുന്ന ഒരു ക്യാഷ് ഒരു ക്യാപിറ്റലായിട്ട് കണ്ടുകൊണ്ട് അതിൽ നിന്നുള്ള റിട്ടേൺസിൽ നിന്ന് അടുത്ത തവണ മെറ്റീരിയൽസ് വാങ്ങിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ചിലവാക്കിയ ക്യാഷ് ഓർത്തുള്ള വിഷമം കാരണം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. 500 രൂപയ്ക്ക് ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി കിറ്റ് വാങ്ങിക്കുന്ന കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കിറ്റ് വെച്ചിട്ട് ഓൾമോസ്റ്റ് 30 കീ ചെയിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നും അത് ഫുള്ള് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 7500 രൂപയോളം നമുക്ക് റിട്ടേൺസ് വരുമെന്നുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണം. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റുന്ന വേറെയും കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ ഉടനെ ചെയ്യാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും അതുപോലെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ കോൺടാക്റ്റിലുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ബിഗിനേഴ്സ് ഫ്രണ്ട്ലി കിറ്റ് ഗീവ് അവേ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സീരീസിലെ ആദ്യത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കൂടെ കാണാം. എല്ലാവരും ഹാപ്പിയായും പോസിറ്റീവായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.